ഖത്തർ വ്യോമപാത അടച്ചെന്ന വാർത്തകൾ വ്യാജമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. വിമാന സർവീസുകൾ സുരക്ഷിതമായി നടത്തുന്നതിന് ബദൽ പാതകൾ നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തത്. ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന് പ്രതിഷേധ കത്ത് നൽകി കുവൈറ്റ്. ആക്രമണം തടയണമെന്ന ആവശ്യം. ദുബൈയിൽ മിനി ബസ് ട്രക്കിലിടിച്ച് 8 മരണം, 6 പേർ ഇന്ത്യക്കാർ, 8 പേർക്ക് പരിക്ക്, 4 പേരുടെ നില ഗുരുതരം. ഒമാനിലെ വിവിധ പ്രദേശങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യത, മുന്നറിയിപ്പുമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. റിയാദ് എയറിന്റെ പുത്തൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ. ലണ്ടൻ സർവീസ് ജൂൺ 10 മുതൽ. ടൂറിസം മേഖല ശക്തിപ്പെടുത്താൻ ഹോട്ടൽ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബഹ്റൈൻ ടൂറിസം മന്ത്രി. വിനോദ പരിപാടികൾ, ഷോപ്പിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്ര പാക്കേജുകൾ ഒരുക്കാനാണ് തീരുമാനം.